ഓക്കെ ഓക്കെ ഇത് ഈ ക്ലെയിമിൽ പോയിട്ട് ന്യൂറോൺ ദുബായ് ഇൻഷുറൻസ് എന്ന് അടിക്കും. ഈ ക്ലെയിമിൽ പോകും. അല്ല, ഓപ്പൺ ആക്കുക. അതിലല്ലല്ലോ ഇപ്പം നാസിൻ്റെ പോർട്ടലിലല്ലേ നിൽക്കുന്നത്. അയ്യോ, അത് ക്യാൻസൽ ചെയ്യല്ലേ. ഈ ക്ലെയിമിൽ പോകും. ഈ ക്ലെയിം ഏതോ സിപ്ലെക്സിൻ്റെ തൊട്ടിപ്പുറത്ത് ഇറക്കുന്ന ഈ ക്ലെയിം പോർട്ടൽ സെക്കൻഡ് ഈ ക്ലെയിം പോർട്ടൽ ഓപ്പൺ ആക്കുന്നത്. ഇത് നാസിൻ്റെ പോർട്ടലല്ലേ. ഈ ക്ലെയിം നേരത്തെ അപ്രൂവൽ എടുത്തുകൊണ്ടിരുന്ന ഇതെടുക്കാനാണ് പ്ലാറ്റ്ഫോം. ഇല്ല, ഇപ്പം ഓക്കെ. ഇതന്നെ പോലെ ഒന്നേനെ. അപ്പോൾ ഇനി ഒന്നേന്ന് അതേപോലെ ഒന്ന് ചെയ്യോ. ആപ്ലിക്കേഷനിൽ പോയിട്ട് അറിയനി ഓതറൈസേഷൻ പേര് ഈ പ്ലാൻ ആൻഡ് പേര് ഇപ്പുറത്ത് പ്ലാൻ ആൻഡ് പേര് കാണിക്കുന്നുണ്ട്. റിസീവർ എന്ന് ഇപ്പുറത്ത് ആദ്യം അവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂറോൺ ദുബായ് കെയർ ഇൻഷുറൻസ് ന്യൂറോൺ എന്നടിച്ച് ന്യൂറോൺ അതിലേക്ക് ഇറേസ് ചെയ്തിട്ട് ദുബായ് കെയർ ദുബായ് ഇൻഷുറൻസ്. അതല്ല, യെസ്, ഡയഗ്നോസിസ് ഇല്ലയോ? ഡയഗ്നോസിസ് ഇനി താഴോട്ട് വന്നിട്ട്
ഹലോ ആ പാസ്പോർട്ടിൽ ഇൻഷുറൻസാ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇയാൾ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടോ? ആ ആ ആക്ച്വലി രണ്ട് ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് പഴയ കമ്പനിയുടെ, ഇപ്പം പുതിയ കമ്പനിയുടെയാണ്. ആ അത് കുഴപ്പമില്ല. പേഷ്യൻ്റ് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടായിരുന്നാൽ മതി. ഈ മറ്റേത് ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി, പ്രശ്നമില്ല. ആ എമിറേറ്റ്സ് ഐ ഡി സിംപ്ലക്സിൽ ഉണ്ടാവണമെന്ന്. ഇനി ആ സി പി ടി മാറ്റിയിട്ട് സി ഡി ടി ആക്കും. ദന്തൽ താഴെ മതി. ഇത്രയും ഡയഗ്നോസിസ് ഇത്രയും മതി. അങ്ങനെ ഒന്ന് താഴോട്ട് വരും. എന്നിട്ട് ദന്തൽ ആ സി പി ടി മാറ്റിയിട്ട് ദന്തൽ D2391 അതല്ലേ കോഡ്? എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റി 1. എന്നിട്ട് അത് അങ്ങനെയല്ല, പ്രൈസ് ആണ്. പ്രൈസ് എത്രയാണ് കാണിക്കുന്നത്? ആ 156 അവിടെ